ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം റിൻസി. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. LBSന്റെ പ്രോസസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. രജിസ്ട്രേഷൻ തകൃതിയായി നടക്കുകയാണ്. എല്ലാവരും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്തവർ എത്രയും വേഗം രജിസ്റ്റർ ചെയ്യുക. ഒരുപാട് ക്വയറീസ് വരുന്നുണ്ട്. +2 റിസൾട്ടിന് ശേഷം മാത്രമേ രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. ഒരിക്കലുമല്ല, നമുക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് +2 റിസൾട്ട് ആവശ്യമില്ല. അപ്പോൾ എത്രയും വേഗം തന്നെ LBSന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്യുക. അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് വീഡിയോസ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് റെഫർ ചെയ്തിട്ട് എത്രയും വേഗം തന്നെ ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോയിൽ അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരളത്തിൽ നഴ്സിംഗ് പാരാമെഡിക്കൽ കോഴ്സുകളിൽ എത്ര കോളേജസ് ഉണ്ട്, ഓരോ ജില്ലയിലും എത്ര കോളേജസ് ഉണ്ട്, അതിൽ തന്നെ എത്ര ഗവൺമെന്റ് കോളേജസ് ഉണ്ട്, എത്ര പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളുണ്ട്, എത്ര ഗവൺമെന്റ് കൺട്രോൾഡ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളുണ്ട്, ഏതെല്ലാം കോഴ്സുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്, എത്ര സീറ്റ്സ് ഉണ്ട്, അതിൽ തന്നെ എത്ര മെറിറ്റ് സീറ്റ് ഉണ്ട്, എത്ര മാനേജ്മെന്റ് സീറ്റ് ഉണ്ട്, അതിൻ്റെയൊക്കെ ഫീസ് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ ഒന്നെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം, അതല്ലെങ്കിൽ വീഡിയോ സേവ് ചെയ്യുകയോ അല്ലെങ്കിൽ ഷെയർ ചെയ്യുകയോ ചെയ്യാം. ഡെഫിനറ്റ്ലി ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. അപ്പോൾ അവർക്കും കുറച്ച് ഈസി ആയിരിക്കും അപ്ലൈ ചെയ്യാൻ. ഇനി അതല്ലെങ്കിൽ ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസും പ്രോസ്പെക്ടസിൽ അവൈലബിൾ ആയിരിക്കും. പ്രോസ്പെക്ടസ് ചെക്ക് ചെയ്താലും മതി. ഞാൻ ജസ്റ്റ് ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. കോളേജിന്റെ ലിസ്റ്റ് എപ്പോഴും വെക്കുന്നത് ഓപ്ഷൻ രജിസ്ട്രേഷൻ ടൈമിലായിരിക്കും. ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തതിന് ശേഷം വരുന്ന ഒരു സ്റ്റെപ്പാണ്. അപ്പോൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾക്കൊരു ബേസിക് ഐഡിയ ഉണ്ടായിരിക്കണം. ഞാൻ ഏത് കോഴ്സാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്, അതിൽ തന്നെ എൻ്റെ പ്രയോറിറ്റി കോളേജസ് എങ്ങനെയാണ്. അപ്പോൾ നമ്മളൊരു പേപ്പറൊക്കെ എടുത്ത് അതിൽ എഴുതി വെക്കുക ഏത് കോളേജാണ്, എത്രാമത്തെ പൊസിഷനിലാണ്. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാ കോളേജസും ലിസ്റ്റ് ഡൗൺ ചെയ്തിട്ട് അതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് പ്രയോറിറ്റി അനുസരിച്ച് റീഅറേഞ്ച് ചെയ്ത് വെച്ച് അതിൽ തന്നെ ഏത് കോഴ്സാണ് ചൂസ് ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെ ഒരു ബേസിക് ഐഡിയ ഉണ്ടാക്കിയതിന് ശേഷം മാത്രം ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകും. LBSന്റെ അണ്ടറിൽ എത്ര കോഴ്സ് ഉണ്ടെന്നും ഓരോ കോഴ്സിന്റെ ഡ്യൂറേഷൻ, അതിന്റെ ബെനിഫിറ്റ്സ്, അതിന്റെ സ്കോപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് ഓൾറെഡി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ എത്രയും വേഗം ചാനലിൽ കയറി കാണുക. ഞാൻ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷന്റെ താഴെ കൊടുത്തേക്കാം. അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവും ഈ ഒരു കോഴ്സ് നല്ലതാണോ, അല്ലെങ്കിൽ ഈ ഒരു കോഴ്സ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ സ്കോപ്പ് ഉണ്ടാവുമോ എന്നുള്ളത്. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ വീഡിയോയിലേക്ക് കടക്കുകയാണ്. ഏതൊക്കെ കോളേജുകളാണെന്ന് നമുക്ക് നോക്കിയാലോ. കേരളത്തിൽ BSc നഴ്സിംഗ് പാരാമെഡിക്കൽ കോഴ്സുകളായി അപ്രോക്സിമേറ്റ്ലി 12,600+ സീറ്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ തന്നെ 7,800+ മെറിറ്റ് സീറ്റും 4,800+ മാനേജ്മെന്റ് സീറ്റുമാണുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഒരു ലിസ്റ്റ് പ്രോസ്പെക്ടസിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. പ്രോസ്പെക്ടസിൽ അവൈലബിൾ ആയിട്ടുള്ള കോളേജിന്റെ ലിസ്റ്റിനെ ബേസ് ചെയ്ത് റെഡിയാക്കിയ ഒരു പവർ പോയിന്റ് ആണിത്. ഇനിയും ഇൻ ഡെപ്തിൽ പറയാനാണെങ്കിൽ നഴ്സിംഗിന് മാത്രമായി കേരളത്തിൽ 6,000+ മെറിറ്റ് സീറ്റും 3,500+ മാനേജ്മെന്റ് സീറ്റാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പാരാമെഡിക്കൽ കോഴ്സുകളാണെങ്കിൽ 1,700+ മെറിറ്റ് സീറ്റും 1,200+ മാനേജ്മെന്റ് സീറ്റും. ഇനി അടുത്തതായി നമുക്ക് കേരളത്തിൽ 14 ജില്ലകളിലായിട്ടുള്ള ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിനെ പറ്റി നോക്കാം. സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ എല്ലാ ജില്ലയിലും ഗവൺമെന്റ് നഴ്സിംഗ് കോളേജുകളുണ്ട്. എല്ലാ ജില്ലയിലുമായി ഏകദേശം 1,090 സീറ്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. സ്ക്രീനിൽ കാണാൻ സാധിക്കും. അതിന്റെ ട്യൂഷൻ ഫീസ് എന്ന് പറയുന്നത് 23,170 ആണ്. അടുത്തതായി BSc നഴ്സിംഗ് കോളേജസ് അണ്ടർ സിമെറ്റ് എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി. കേരളത്തിലെ ഏകദേശം 11 കോളേജുകളായി, വിവിധ ജില്ലകളിലായി 11 കോളേജുകളായിട്ടാണ് നഴ്സിംഗ് സീറ്റ്സ് അവൈലബിൾ ആയിട്ടുള്ളത്. ഏകദേശം 51ഓളം സീറ്റ് ഓരോ കോളേജുകളിലും മെറിറ്റ് സീറ്റും അതോടൊപ്പം തന്നെ NRI സീറ്റായിട്ട് 9 സീറ്റ്, ടുഗെദർ ഏകദേശം ഒരു 660 സീറ്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് BSc നഴ്സിംഗ് കോളേജ് അണ്ടർ CPAS എന്ന് പറയുമ്പോൾ സെന്റർ ഫോർ പ്രൊഫഷണൽ ആൻഡ് അഡ്വാൻസ് സ്റ്റഡീസ്. കേരളത്തിൽ ഏകദേശം 9 കോളേജസ് ആണ് ഉള്ളത്. 9 കോളേജസുകളിലായി മെറിറ്റ് സീറ്റും NRI സീറ്റും ഉൾപ്പെടെ 410+ സീറ്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. നെക്സ്റ്റ് BSc നഴ്സിംഗ് കോളേജ് അണ്ടർ മലബാർ ക്യാൻസർ സെന്റർ, കണ്ണൂരാണ് കോളേജ് ഉള്ളത്. ടുഗെദർ 40 സീറ്റ്സ് ആണ് ഉള്ളത്. അടുത്തത് BSc നഴ്സിംഗ് കോളേജസ് അണ്ടർ കേപ്പ് കോപ്പറേറ്റീവ് അക്കാഡമി ഓഫ് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ, ആലപ്പുഴയിലാണ് കോളേജ് ഏരിയ. ടുഗെദർ 50 സീറ്റ്സ് ആണുള്ളത്. രണ്ടിനെയും പ്രത്യേകമായിട്ടുള്ള ഫീസ് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. BSc നഴ്സിംഗിന്റെ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളുടെ ലിസ്റ്റ് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലും എറണാകുളം ജില്ലയിലുമാണ് ഏറ്റവും കൂടുതൽ സീറ്റ്സ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി ലിസ്റ്റ് തിരിച്ചു നോക്കാനാണെങ്കിൽ ആദ്യം തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിൽ 14 കോളേജസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. 14 കോളേജുകളായി 1,300+ സീറ്റ്സും. ഇനി കൊല്ലം ഡിസ്ട്രിക്റ്റിലേക്ക് വരികയാണെങ്കിൽ ഏകദേശം 11 കോളേജുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ആകെ മൊത്തം സീറ്റ് 745+ സീറ്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. പത്തനംതിട്ട ജില്ല നോക്കുകയാണെങ്കിൽ ഏകദേശം 11 കോളേജുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ തന്നെ 700+ സീറ്റ്സും. ഇനി ആലപ്പുഴ ജില്ലയിലേക്ക് വരികയാണെങ്കിൽ 4 കോളേജസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ തന്നെ 400+ സീറ്റ്സും ആണ് അവൈലബിൾ ആയിട്ടുള്ളത്.
ഇനി കോട്ടയം ജില്ലയിലെ കണക്ക് നോക്കാനാണെങ്കിൽ ഏകദേശം 12 കോളേജും അതിൽ തന്നെ 800+ സീറ്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇടുക്കി ഡിസ്ട്രിക്റ്റിലേക്ക് വരികയാണെങ്കിൽ 4 കോളേജുകളിലായി 300+ സീറ്റ്സ് ആണുള്ളത്. അടുത്തത് എറണാകുളം ഡിസ്ട്രിക്ട്. എറണാകുളം ഡിസ്ട്രിക്റ്റിലാണ് ഏറ്റവും കൂടുതൽ കോളേജസ് ഉള്ളത്. ഏകദേശം 18 കോളേജുകളാണ്. 18 കോളേജുകളിലായി 1200+ സീറ്റ്സ് ആണുള്ളത്. ഇനി തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലേക്ക് വരികയാണെങ്കിൽ 9 കോളേജസ് ആണുള്ളത്. 9 കോളേജസുകളിലായി 600+ സീറ്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. പാലക്കാട് ജില്ലയിലേക്ക് വരികയാണെങ്കിൽ ഏകദേശം 8 കോളേജസുകളിലായി 500+ സീറ്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. മലപ്പുറം ജില്ല നോക്കുകയാണെങ്കിൽ 7 കോളേജസുകളിലായി 600+ സീറ്റ്സും, കോഴിക്കോട് ജില്ലയിൽ ഏകദേശം 9 കോളേജുകളിലായി 600+ സീറ്റ്സ് ആണ് ഉള്ളത്. വയനാട് ജില്ലയിൽ ആകെ 3 കോളേജുകളാണുള്ളത്. അതിൽ തന്നെ 200+ സീറ്റ്സും. കണ്ണൂർ ജില്ലയിൽ ആകെ 10 കോളേജുകളിലായി 700+ സീറ്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി കാസർഗോഡ് നോക്കുകയാണെങ്കിൽ ആകെ 2 കോളേജസേ ഉള്ളൂ. 2 കോളേജസുകളിലായി 200+ സീറ്റ്സ് ആണ് ഉള്ളത്. ഇനി നമുക്ക് പാരാമെഡിക്കൽ കോഴ്സുകളിലെ കോളേജ് ലിസ്റ്റ് നോക്കാം. ആദ്യമായിട്ട് BSc MLT ആണ്. BSc MLTയിൽ ഗവൺമെന്റ് കോളേജസ് 3 ഉള്ളത്. സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ 30ഉം CPAS കോളേജിന്റെ അണ്ടറിൽ 4 കോളേജസും ടുഗെദർ 37 കോളേജസ് ആണ് കേരളത്തിലുള്ളത്. ഈ 37 കോളേജുകളിലായി 1100+ സീറ്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ സ്ക്രീനിൽ കാണുന്നത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. എല്ലാ കോളേജസും എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഒത്തിരി ടൈം ആവുന്ന കാരണം ജസ്റ്റ് ഒന്ന് നമ്പർ മാത്രം പറഞ്ഞു പോവാണ്. അടുത്തതാണ് BSc ഡയാലിസിസ് ടെക്നോളജി. കേരളത്തിൽ 10 കോളേജസുകളാണുള്ളത്. 5 ഗവൺമെന്റ് കോളേജും 5 സെൽഫ് ഫിനാൻസിങ് കോളേജുകളും. ആകെ കൂടെ 100+ സീറ്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും ഏതൊക്കെ ജില്ലയിലാണ് ഏതൊക്കെ കോളേജുകളെന്ന്. അടുത്തത് BSc ഒപ്റ്റോമെട്രി ആണ്. BSc ഒപ്റ്റോമെട്രിക്ക് കേരളത്തിൽ ഏകദേശം 16 കോളേജസുകളിലായി അറൌണ്ട് 400 സീറ്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് BSc ഫിസിയോതെറാപ്പി 22 കോളേജുകളിലായി 900+ സീറ്റുകളാണുള്ളത്. അടുത്തത് BASLP. BASLP 6 കോളേജസ് ആണ് കേരളത്തിലുള്ളത്. അതിൽ തന്നെ 150+ സീറ്റ്സ് ആണുള്ളത്. നെക്സ്റ്റ് BSc കാർഡിയോവാസ്കുലർ ടെക്നോളജി. കേരളത്തിൽ 10 കോളേജുകളിലായി 30+ സീറ്റ്സ് ആണ് ഉള്ളത്. ഒക്യുപേഷൻ തെറാപ്പിയിലേക്ക് വരികയാണെങ്കിൽ കേരളത്തിൽ 3 കോളേജുകളിലായി 60 സീറ്റാണുള്ളത്. അടുത്തത് BSc റേഡിയോതെറാപ്പി ടെക്നോളജി. കേരളത്തിൽ 2 കോളേജസുകളേ ഉള്ളൂ. അതിൽ തന്നെ 11 സീറ്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. നെക്സ്റ്റ് BSc ന്യൂക്ലിയർ മെഡിസിൻ ടെക്നോളജി. ഒരൊറ്റ കോളേജുള്ളത് കോഴിക്കോടാണ്. ആകെ 6 സീറ്റാണ് ഉള്ളത്. അടുത്തത് BSc പ്രോസ്തെറ്റിക്സ് ആൻഡ് ഓർത്തോട്ടിക്സ്. കേരളത്തിൽ 1 കോളേജേ ഉള്ളൂ. തൃശ്ശൂരാണ് കോളേജ്. 20 സീറ്റ്സ് ആണുള്ളത്. BSc പെർഫ്യൂഷൻ ടെക്നോളജി നോക്കുകയാണെങ്കിൽ കേരളത്തിൽ 5 കോളേജുകളിലായി 19 സീറ്റുകളാണ് ഉള്ളത്. അടുത്തത് BSc ന്യൂറോ ടെക്നോളജി. 1 കോളേജേ ഉള്ളൂ. ആകെ 5 സീറ്റുകളാണുള്ളത്. അടുത്ത കോഴ്സ് BSc മെഡിക്കൽ ബയോകെമിസ്ട്രി. കേരളത്തിലാകെ 2 കോളേജസുകളേ ഉള്ളൂ. 2 കോളേജസുകളിലായി 50+ സീറ്റുകളാണ് ഉള്ളത്. അപ്പൊ ഇതെല്ലാമാണ് കേരളത്തിൽ വിവിധ ജില്ലകളിലായുള്ള കോളേജുകളും കോഴ്സുകളും. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. യൂസ്ഫുൾ ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം. ഓപ്ഷൻ രജിസ്ട്രേഷൻ വന്നതിന് ശേഷമുള്ളൊരു സ്റ്റെപ്പാണ് അലോട്ട്മെന്റ്. ആ അലോട്ട്മെന്റ് ടൈമിൽ ആയിരിക്കും നമ്മൾ ഏതെങ്കിലും കോളേജിലേക്ക് അലോട്ടഡ് ആവുക എന്നുള്ളത്. അതിനെ പറ്റിയും ഞാനൊരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ എത്രയും വേഗം കയറി ചെക്ക് ചെയ്യുക. ഈ ഒരു ഹോൾ അലോട്ട്മെന്റ് പ്രോസസ്സിനെ പറ്റിയും അതുപോലെ തന്നെ ഹോൾ LBS പ്രോസസ്സിനെ പറ്റിയും ഒരു ഐഡിയ ഉണ്ടാക്കി വെച്ചതിന് ശേഷം മാത്രം രജിസ്റ്റർ ചെയ്യുക. അപ്പൊ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഡെഫിനറ്റ്ലി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം. മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.